രാഹുൽ ഗാന്ധി തെറ്റായ വിമർശനങ്ങൾ ഉയർത്തുക വഴി രാജ്യത്തിന്റെ രഹസ്യങ്ങൾ വിദേശ രാജ്യങ്ങൾ ചോർത്തുന്നതിന് സഹായിക്കുന്നുവെന്ന് മുൻ കരസേനാ മേധാവി മേജർ മനോജ് എം നരവനെ. ചൈന ഇന്ത്യയുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്ന രാഹുൽ ഗാന്ധിയുടെ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയെയും അദ്ദേഹം ചോദ്യം ചെയ്തു. ജിസ്റ്റ് മീഡിയയുടെ ജേർണലിസ്റ്റ് രാഹുൽ ശ്രീവാസ്തവയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുൻ കരസേനാ മേധാവി മേജർ മനോജ് എം നരവനെ. ചൈന ഇന്ത്യയുടെ ഇത്രായിരം കിലോമീറ്റർ സ്ഥലം പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണ്. വേണ്ടത്ര അറിവില്ലാതെയാണ് അവർ ഇതുപോലുള്ള ആരോപണം ഉയർത്തുന്നത്. ഇവർക്ക് മാപ്പ് കൊടുക്കുക മാത്രമേ വഴിയുള്ളൂ. ഇത് ഒരു തന്ത്രമാണ്. വേണമെന്ന് വെച്ച് തന്നെ ഒരു നുണ പ്രചരിപ്പിച്ചു. അത് മാധ്യമങ്ങൾ പ്രിന്റ് ചെയ്തു വരുന്നു. ഉടനെ സർക്കാർ ഇതിന് വിശദീകരണം നൽകേണ്ടി വരുന്നു. ഇത് ഒരു കെണിയാണ്. ഇതുപോലുള്ള പ്രസ്താവനകൾ ഉയർത്തിയാൽ ഇന്ത്യയുടെ ശത്രുക്കൾ അത് അവസരമായി ഉപയോഗപ്പെടുത്തും. അവർ ഇന്ത്യയിലെ രഹസ്യങ്ങൾ ചോർത്താൻ ഇത്തരം വിമർശനങ്ങൾ ഉപയോഗിക്കും. പ്രതിപക്ഷ നേതാവ് ഇതുപോലുള്ള വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ സർക്കാർ ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകും. ഇത് രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ആവശ്യത്തേക്കാൾ അധികം ചോരാൻ കാരണമാകുമെന്നാണ് മനോജ് എം നരവനെ ചൂണ്ടിക്കാട്ടുന്നത്. സത്യത്തിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തി രാഹുൽ ഗാന്ധിയെ കേസിൽ കുടുക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഓരോ രാഷ്ട്രീയ നേതാക്കളും. ഇതിനിടയിൽ സംഘപരിവാർ ആചാര്യൻ വി.ഡി. സവർക്കറെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പൂനെയിലെ പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ച വാർത്ത പുറത്തുവിട്ടത്. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് രാഹുൽ ഹാജരായത്. രാഹുൽ ഗാന്ധിക്ക് 25,000 രൂപയുടെ ജാമ്യത്തിൽ MP, MLA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് മോഹൻ ജോഷിയാണ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണമായ ഇളവ് അനുവദിച്ചിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധിക്കായി ഹാജരായ അഭിഭാഷകൻ മിലിന്ദ് പവാർ പറഞ്ഞു. സവർക്കറുടെ ചെറുമകന്റെ പരാതിയിലാണ് രാഹുലിനെതിരെ കേസെടുത്തത്. 2023 മാർച്ചിൽ രാഹുൽ ഗാന്ധി ലണ്ടനിൽ നടത്തിയ പ്രസംഗമാണ് പരാതിക്ക് കാരണം. സവർക്കർ എഴുതിയ ഒരു പുസ്തകം ഉദ്ധരിച്ച് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. താനും 5 or 6 സുഹൃത്തുക്കളും ചേർന്ന് ഒരു മുസ്ലിം സമുദായക്കാരനെ മർദ്ദിച്ചുവെന്നും അതിൽ സന്തോഷമുണ്ടെന്നും സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. എന്നാൽ ഒരു പുസ്തകത്തിലും അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടില്ലെന്നാണ് പരാതിയിലെ വാദം. കള്ളമാണെന്ന ബോധ്യത്തോടെയാണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു വ്യാജവും ദുരുദ്ദേശപരവുമായ പരാമർശം നടത്തിയതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും രാഹുൽ മിണ്ടാതിരുന്നാൽ കൂടി അദ്ദേഹത്തിനെതിരെ കേസാണ്. ഇതിനൊന്നും മറുപടി നൽകാതെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുകയാണ് രാഹുൽ ഗാന്ധി.